എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ വിദ്യാർത്ഥികൾക്ക് നാളെ മുതൽ ജൂലൈ 4-ാം തീയതി വരെ ഓൺലൈനായിട്ട് hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് വഴി ഓൺലൈനായിട്ട് നൽകാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾ, അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെൻറ്റിന് അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാത്ത വിദ്യാർത്ഥികൾ, എന്നാൽ ഇതുവരെ അപേക്ഷിച്ച് അലോട്ട്മെൻറ്റ് കിട്ടുകയും എന്നാൽ അപേക്ഷയിലെ തെറ്റുകൾ കാരണം സ്കൂളിൽ പോയ സമയത്ത് അഡ്മിഷൻ നൽകില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഈ ഒരു ഘട്ടത്തിൽ പുതുതായിട്ട് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ പുതുതായിട്ട് കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. നിലവിൽ അപേക്ഷ സമർപ്പിക്കുകയും അപേക്ഷയിലെ തെറ്റ് കാരണം അഡ്മിഷൻ കിട്ടാത്തവർ, അതുപോലെ തന്നെ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് കിട്ടാതിരുന്ന വിദ്യാർത്ഥികൾ എന്നിവർ പുതുതായിട്ട് അപേക്ഷിക്കുകയല്ല ചെയ്യേണ്ടത്. നിങ്ങൾ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തുകൊണ്ട് അപേക്ഷയിലെ തെറ്റുകൾ തിരുത്തുകയും പുതിയ വേക്കൻസി ലിസ്റ്റ് പ്രകാരമുള്ള ഓപ്ഷൻസിലേക്ക് നിങ്ങൾ ഓപ്ഷൻസ് നൽകുകയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ വേക്കൻസി ലിസ്റ്റ് നാളെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും. ഇന്ന് വൈകുന്നേരം വരെ സ്പോർട്സ് കോട്ട അഡ്മിഷൻ നടക്കുന്നത് കൊണ്ടാണ് വേക്കൻസി ലിസ്റ്റ് ഇന്ന് വരാത്തത്. അപ്പോൾ ഇന്ന് രാത്രിയോടെ വിദ്യാർത്ഥികൾക്ക് ഈ വർഷത്തെ +1 ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ായിട്ടുള്ള വേക്കൻസി ലിസ്റ്റ് വരുന്നതായിരിക്കും. വേക്കൻസി ലിസ്റ്റ് വരുന്ന സമയത്ത് ഇതിൽ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുക, അതായത് ഓരോ വിഭാഗങ്ങൾക്കും എത്ര വീതം സീറ്റുകളാണ് വേക്കൻസി ഉള്ളത്, അതുപോലെ ഓരോ സ്കൂളിലും എത്ര വീതം സീറ്റാണ് ഉള്ളത് എന്നിങ്ങനെയുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ നിങ്ങൾക്ക് ആ ഒരു പേജിൽ നൽകിയിട്ടുണ്ടാകും. അതായത് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര്, അതായത് ഇപ്പോൾ ഒരു സ്കൂളിൻ്റെ പേര് ജസ്റ്റ് നൽകുന്നു. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര് ഇപ്പോൾ നൽകുന്നത്. അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ പേര്, അതിനുശേഷം ആ സ്കൂളിൽ ഏതാണ് ആ സ്കൂളിൻ്റെ ജെൻഡർ, അതായത് മിക്സഡ് സ്കൂളാണോ അല്ലെങ്കിൽ ഗേൾസ് ബോയ്സ് സ്കൂളാണോ എന്നുള്ളതാണ് ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം പിന്നീട് ആ ഒരു സ്കൂളിൽ എത്ര സീറ്റ് വേക്കൻസി ഉണ്ട്, അതുപോലെ തന്നെ അത് ഏത് വിഭാഗത്തിൻ്റെ സീറ്റാണ്, അതായത് SC/ST ആണോ അല്ലെങ്കിൽ ജനറൽ ആണോ, ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് ഏത് കാറ്റഗറിക്കുള്ള ഒഴിവാണ് എന്നുള്ള കാര്യം കറക്റ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു കാറ്റഗറിയിൽ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്ന സീറ്റുകൾ എന്ന് പറയുന്നത്, അതായത് ജനറൽ കാറ്റഗറി സീറ്റിൽ എല്ലാവർക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു കാറ്റഗറി ഏതാണ്, അതായത് EWS ആണോ അല്ലെങ്കിൽ മുസ്ലിം ആണോ അല്ലെങ്കിൽ SC ആണോ അല്ലെങ്കിൽ ST ആണോ ധീവരി ആണോ വിശ്വകർമ്മയാണോ, ഇതിൽ ഏതാണ് നിങ്ങളുടെ കാറ്റഗറി എന്നുള്ളത്. അത് ഇതുപോലെ കുറേ വിഭാഗമുണ്ട്, അതുപോലെ LC ഇതുപോലെയൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൽ ഏത് വിഭാഗത്തിലാണ് നിങ്ങൾ ഉൾപ്പെടുന്നത്, ആ ഒരു വേക്കൻസി ഏത് സ്കൂളിലാണുള്ളത് ആ സ്കൂളിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കും. അതായത് ജനറൽ കാറ്റഗറിയും വെക്കാം, അതുപോലെ നിങ്ങളുടെ കാറ്റഗറി ഏതാണ് അതിനനുസരിച്ച് നിങ്ങൾക്ക് വേക്കൻസി ലിസ്റ്റിലേക്ക് ഓപ്ഷൻസ് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാനായിട്ട് ചെയ്യേണ്ടത് വളരെയധികം സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ആണെങ്കിൽ ആദ്യം തന്നെ വേക്കൻസി ലിസ്റ്റ് നോക്കി നിങ്ങൾക്ക് അപേക്ഷ നൽകാൻ സാധിക്കുന്ന ജനറൽ കാറ്റഗറി സീറ്റുള്ള സ്കൂളുകളും, അതുപോലെ തന്നെ നിങ്ങളുടെ കാറ്റഗറി ഉള്ള സീറ്റ് ഏതാണ്, അതായത് നിങ്ങളിപ്പോൾ EWS ആണെങ്കിൽ EWS കാറ്റഗറിയിൽ ഏത് സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നോക്കുക. അതുപോലെ ജനറൽ ഏതൊക്കെ സീറ്റാണ് വേക്കൻസി ഉള്ളത് എന്നുള്ളത് നോക്കുക. അതിനുശേഷം ആ ഒരു വേക്കൻസി ഉള്ള സ്കൂളിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം നിങ്ങൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ട് ലിങ്ക് കാണാൻ പറ്റും, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപേക്ഷിക്കുന്നത്, അതായത് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾക്ക് മറ്റൊരു ജില്ലയിലേക്ക് പുതുതായിട്ട് അപേക്ഷിക്കണം എങ്കിൽ കൂടി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഉദാഹരണത്തിന് കാസർഗോഡാണ് അപ്ലൈ ചെയ്തത്, നിങ്ങൾക്ക് വയനാട്ടിലേക്ക് കൂടി അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ വയനാട്ടിലേക്ക് കൂടി അപ്ലൈ ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യണമെങ്കിൽ തിരുവനന്തപുരത്ത് അപ്ലൈ ചെയ്യാം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അഡ്മിഷൻ എടുക്കുന്ന ജില്ലയിലേക്ക് മാത്രം അപ്ലൈ ചെയ്താൽ മതി. കാരണം നിങ്ങൾക്ക് ഒരു ജില്ലയിൽ അഡ്മിഷൻ ലഭിക്കുന്ന സമയത്ത് നിങ്ങൾ അവിടെ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടി വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജില്ലകളിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓരോ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഈ രീതിയിൽ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ ഒരു ജില്ലയിലേക്ക് എങ്ങനെ ഈ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുന്നത്, അതായത് ഓരോ ജില്ലയിലേക്ക് എങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ SWS എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നിങ്ങൾ ഏത് ജില്ലയിലേക്കാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു ജില്ല സെലക്ട് ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അതിനുശേഷം അതിൽ ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആ ഒരു ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. അതുപോലെ തന്നെ സെൻഡ് OTP ബട്ടണും കാണാൻ പറ്റും. അപ്പോൾ സെൻഡ് OTP ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലേക്ക്, അത് നിങ്ങൾ അവിടെ നൽകിയിട്ടുണ്ടായിരുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നൽകിയിട്ട് പിന്നീട് അത് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാം. പാസ്വേഡ് കറക്റ്റായിട്ട് ഒരു പേപ്പറിൽ എഴുതി വെക്കേണ്ടതാണ്.
അതിനുശേഷം അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു പേജിൽ നിങ്ങൾക്ക് ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ കാണാൻ സാധിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ നമ്പർ, ആപ്ലിക്കേഷൻ നമ്പർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ആപ്ലിക്കേഷൻ നമ്പർ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുകയും അതുപോലെ തന്നെ ഒരു പേപ്പറിൽ കറക്റ്റായിട്ട് എഴുതി വയ്ക്കുകയും ചെയ്യുക. അതിനുശേഷം കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് ലോഗിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക. അതായത് ഇത് സ്പോർട്സിൻ്റെതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് എങ്ങനെ കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാവുക എന്ന് കാണിച്ചു തരിക എന്നുള്ളതാണ് ഇത് കൊണ്ടുള്ള ഉദ്ദേശം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത്, അതായത് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. അപ്പോൾ ഇതുപോലെ കാണാൻ പറ്റുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ യൂസർ നെയിം, അതുപോലെ പാസ്വേഡ്, അതുപോലെ ജില്ല എന്നിവ നൽകി ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് അടുത്ത പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അപ്ലൈ ഫോർ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ലിങ്ക് കാണാം. അപ്പോൾ നിങ്ങൾ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുകയും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികളുടെ ഡീറ്റെയിൽസ് അതിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ആ ഒരു ആപ്ലിക്കേഷൻ വല്ല തെറ്റുണ്ടോ എന്ന് നോക്കി തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. ബാക്കിയുള്ളവർ ആണെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു രീതിയിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്ത് പോകുന്ന സമയത്ത് നിങ്ങളുടെ SSLCയുടെ മാർക്ക് നൽകുന്നതിനുള്ള ഭാഗം കാണാൻ പറ്റും. അതിൽ നിങ്ങളുടെ മാർക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടെങ്കിൽ അത് കറക്റ്റ് ആണോ എന്ന് നോക്കുക. വന്നിട്ടില്ലെങ്കിൽ അത് നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത ശേഷം പിന്നീട് അടുത്ത പേജിൽ നിങ്ങൾക്ക് ഓപ്ഷൻസ് നൽകാനുള്ള ഭാഗം വരും. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ തയ്യാറാക്കിയുള്ള ലിസ്റ്റ് പ്രകാരം നിങ്ങൾ സ്കൂളിൻ്റെ കോഡ് നൽകുക. അതിനുശേഷം അവിടെയുള്ള ആരും നിങ്ങൾക്ക് ഏത് സീറ്റിലായിരുന്നു വേക്കൻസി ഉണ്ടായിരുന്നത് ആ ഒരു സീറ്റ് ഓപ്ഷൻസ് ആയിട്ട് വെക്കുക. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളുകളും ഓപ്ഷൻസ് ആക്കി വെച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ സ്കൂളുകളും നൽകിയെന്ന് ഉറപ്പാക്കിയ ശേഷം അത് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വല്ല സർട്ടിഫിക്കറ്റും അറ്റാച്ച്മെൻറ്റും ഉണ്ടെങ്കിൽ അതായത് നിങ്ങൾക്ക് വല്ല ബോണസ് പോയിൻറ്റോ അങ്ങനെ എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ചോദിക്കും. സർട്ടിഫിക്കറ്റ് നമ്പർ, അതുപോലെ തന്നെ ഇഷ്യൂയിങ് അതോറിറ്റി എന്നിങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് ചോദിക്കും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റായിട്ട് നൽകുകയും അതിനുശേഷം സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയെല്ലാം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് പിന്നീട് നിങ്ങൾക്ക് അവസാനമായിട്ടൊരു പച്ച പേജ് എത്തും. പച്ച പേജിൽ നിങ്ങൾക്ക്, അത് പച്ച പേജ് എന്ന് പറഞ്ഞാൽ ഹെഡിങ് ഒക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഇളം പച്ച കളറായിരിക്കും. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു പേജിൽ നിങ്ങൾക്ക്, അതാണ് പ്രിവ്യൂ പേജ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുക നിങ്ങൾ നൽകിയ എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ 2 പ്രാവശ്യം വായിച്ച് നോക്കുക. അതായത് എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. തെറ്റുണ്ടെങ്കിൽ ആ പ്രിവ്യൂ പേജിൽ തന്നെ നിങ്ങൾക്ക് ഓരോ കോളത്തിൻ്റെ ഭാഗത്തും ജസ്റ്റ് ഒരു പെൻ ഐക്കൺ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു പെൻ ഐക്കൺ ചെക്ക് ചെയ്ത് ആ ഒരു പെൻ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആ ഭാഗം വീണ്ടും എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. അതുപോലെ ഓപ്ഷൻസ് വല്ലതും ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഓരോ ഭാഗത്തും ഈ ഒരു രീതിയിൽ പെൻസിൽ ഐക്കൺ കാണാൻ പറ്റുന്നതാണ്. ഈ ഒരു പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഓരോ ഭാഗത്തും ഒരു പെൻസിൽ ഐക്കൺ കാണാൻ പറ്റും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് പോകും. അതിനുശേഷം അവിടെ നിന്ന് വീണ്ടും എഡിറ്റ് ചെയ്ത് നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ സബ്മിറ്റ് ചെയ്ത് പ്രിവ്യൂ പേജിലേക്ക് വരാം. വീണ്ടും പ്രിവ്യൂ പേജിൽ എത്തുന്ന സമയത്ത് കറക്റ്റായിട്ട് വീണ്ടും ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. കാരണം ഫൈനൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതിനുശേഷം പ്രിവ്യൂ പേജിൻ്റെ അടിഭാഗത്തായിട്ട് നിങ്ങൾക്ക് ഇതുപോലെ ജസ്റ്റ് ഒരു ചെറിയൊരു ബോക്സ് കാണാം. അതിൽ ടിക്ക് ചെയ്യുക. ടിക്ക് ചെയ്തിട്ട് വീണ്ടും ജസ്റ്റ് ഒന്ന് ഈ ഒരു പ്രിവ്യൂ പേജ് ചെക്ക് ചെയ്യുക എവിടെയെങ്കിലും തെറ്റുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ തെറ്റുണ്ടെങ്കിൽ അപ്പോൾ തന്നെ തിരുത്താനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ 2 തവണയെങ്കിലും ചെക്ക് ചെയ്ത് നോക്കുക എവിടെയെങ്കിലും തെറ്റുണ്ടോ എന്നുള്ളത്. അതുപോലെ നിങ്ങളുടെ കാസ്റ്റ്, കമ്മ്യൂണിറ്റി, കാറ്റഗറി ഇതൊക്കെ കറക്റ്റാണെന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും മാറിപ്പോകരുത്. കാരണം പല വിദ്യാർത്ഥികളും ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത ശേഷമാണ് തെറ്റിപ്പോയി എന്ന് പറയാറുള്ളത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് ഈ ഒരു കാര്യം പ്രത്യേകം പറയുന്നത്. അതിനുശേഷം വീണ്ടും 2 തവണ ചെക്ക് ചെയ്ത ശേഷം എവിടെയും തെറ്റില്ല എന്ന് ഉറപ്പാക്കിയ ശേഷം ഈ ഒരു ഭാഗത്ത് ടിക്ക് ചെയ്ത് ഇതിന് താഴെയായിട്ട് സബ്മിറ്റ് ബട്ടൺ, അത് ഫൈനൽ കൺഫർമേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി എന്നുള്ളത് മനസ്സിലാക്കാം. സബ്മിറ്റഡ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരത്തെ കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്തപ്പോൾ എത്തിയ അതേ സെയിം പേജിൽ തന്നെ പ്രിൻ്റ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഓപ്ഷൻ ഉണ്ടാകും. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 8-ാം തീയതിയാണ് നിങ്ങളുടെ ഈ ഒരു സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക. അപ്പോൾ ജൂലൈ 8, 9 തീയതികളായിട്ട് വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച സ്കൂളിൽ പോയിട്ട് അഡ്മിഷൻ നേടുന്നതിന് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.